ഭാര്യയുടെ വില അറിയണമെങ്കിൽ ഇപ്പൊ നമുക്ക് തോന്നും അവള് പോയാ പോട്ടെ, എനിക്ക് ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, എന്റെ മുഖം വല്ലാതെ ഒന്നും ചുളുങ്ങിയിട്ടില്ല, വേറെ കെട്ടാമല്ലോ. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ യുവത്വം പോകും, കറുത്ത താടിയും മുടിയും പോകും, ചുക്കിച്ചുളഞ്ഞ് മുതുകത്തൊരു കൂനുമായിട്ട് വടിയിൽ താങ്ങി നടക്കേണ്ടി വരുന്നൊരു കാലഘട്ടം കടന്നു വരും. അന്ന് കോരിത്തരാൻ നമ്മുടെ ഉമ്മായും ബാപ്പായും ഒന്നും കാണൂല, അവരാറടി മണ്ണിന്റെ ഉള്ളിലായിരിക്കും. നമ്മൾ പൊന്നുപോലെ വളർത്തിയ നമ്മുടെ മക്കൾ അവരുടെ ജോലി തിരക്കുകളിലായിരിക്കും. വീടിനുള്ളിൽ അവർക്കൊരു ഭാരമായിട്ട് നിൽക്കുന്ന നമ്മളെ ഓർത്ത് അവര് ശാപവാക്കുകൾ പറയുമായിരിക്കും. അന്ന് നമ്മുടെ അരികിലോട്ട് വയ്യാത്ത കാലും കയ്യുമായിട്ട് 2, 3, 4 മക്കളെ പ്രസവിച്ച വയറും അത് മുഖാന്തരം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമായിട്ട് നമുക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ നമ്മുടെ അരികിലോട്ട് വരാൻ നമ്മുടെ ഭാര്യ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ള ഒരു പടുവൃദ്ധനായ മനുഷ്യനോട് ചോദിക്കണം ഭാര്യയുടെ വില, അവൻ പറഞ്ഞു തരും.